ഇവിടെ നമുക്ക് പാമ്പിൻ്റെയും ബേർഡ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നതാണ്, കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ മെക്കാവോ പാരറ്റ് പഴം തിന്നണ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ ഈ ഒരു ഇഗ്വാനൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് ഇവർ പറഞ്ഞത്. ട്രാക്കോ ആള് നല്ല നമ്മളെ നോക്കി പിടിപ്പിക്കുന്നുണ്ട്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തേക്കായിരുന്നു പൂച്ച പൂച്ച കൂട്ടിലായോണ്ട് പ്രശ്നമില്ല, പുറത്തിരുന്ന് പേടിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈസൂരുള്ള പ്ലാനറ്ററി അക്വേറിയം ആൻഡ് പെറ്റ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പാമ്പിൻ്റെയും ബേർഡ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നതാണ്, കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഇവിടെ 100 രൂപയാണ് അഡൾട്ട്സിന് ടിക്കറ്റ് പ്രൈസ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ല സീഷൽസ് ഒക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് വാളാട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ആംബിയൻസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഷാർക്കിന്റെ ഒരു ഷേപ്പിന്റെ ഇതിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം. നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഷാർക്കിന്റെ വായന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. ഇതിന്റെ കളർ ആണെങ്കിലും ശരിക്കും ആ ഒരു പിങ്ക് കളറും ആ സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ട് ശരിക്കും ആ ഒരു ആംബിയൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 അക്വേറിയം കാണുന്നുണ്ട്. ഈ ഒരു അക്വേറിയത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ചെറിയ മീനുകളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫെദർ ഗാലറി ആണ്. ഇവിടെ ഒരുപാട് ഫെദേഴ്സ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്ലക്ടസ് പാരറ്റിന്റെ ഫെദർ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലായിട്ട് നമുക്ക് എന്താണ് കോക്ടെയിലിന്റെ ഒരു ഫെദർ കാണാൻ പറ്റും. പിന്നെ ഗ്രീൻ മോങ് പാരറ്റ്, അതായത് നമ്മുടെ തത്തമ്മന്റെ ഫെദറൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ ഓസ്ട്രിച്ചിന്റെ ഒക്കെ ഫെദർ കാണാൻ പറ്റും. ഓസ്ട്രിച്ചിന്റെ ഫെദർ, അങ്ങനെ ഒരുപാട് ഫെദേഴ്സ്, മെക്കാവോന്റെ ഫെദർ, അങ്ങനെ ഒരുപാട് ഫെദേഴ്സ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു മെഴുകുതിരിന്റെ വാക്സിൽ ഒരു വാക്സ് ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിയേച്ചർ ആർട്ടിൽ ഹൾക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയപ്പോൾ ഒരുപാട് സീഷലിൻ്റെയും ഓയിസ്റ്റേഴ്സിൻ്റെയും കളക്ഷൻ കണ്ടു. ഈ ഒരു ഓയിസ്റ്റേഴ്സിൻ്റെ കളക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റം ഓയിസ്റ്റേഴ്സ് ഉണ്ട്. ഓയിസ്റ്റേഴ്സിൻ്റെ പല ഷേപ്പിലും പല സൈസിലുള്ള ഓയിസ്റ്റേഴ്സിൻ്റെ കളക്ഷൻ. അതുപോലെ തന്നെ സീഷലിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സീഷലിൻ്റെ വെറൈറ്റീസ്. ഈ ഒരു സീഷലൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത സീഷൽ വെറൈറ്റീസ് കാണാം. അവിടുന്ന് നമ്മൾ നേരെ ഫിഷിൻ്റെ ഭാഗത്തേക്കാണ് എൻ്റർ ചെയ്തത്. ഇവിടെ കയറി വയ്ക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റം ഫിഷുകളെ കണ്ടു, വെറൈറ്റി ഫിഷുകൾ കേട്ടോ. ഈ ഫിഷൊക്കെ ഒരു ഗോൾഡ് ഫിഷ് പോലെ ഉണ്ടെങ്കിലും വേറൊരു ഫിഷാണ്. പിന്നെ ഈ ഒരു ഫിഷ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ. ഞാൻ അതുവരെ ഇങ്ങനത്തെ ഒരു ഫിഷിനെ കണ്ടിട്ടില്ല. ശരിക്കും ഒരു മനുഷ്യൻ്റെ കണ്ണുമാരിയാണ് ഇതിൻ്റെ കണ്ണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുണ്ടൊക്കെ നോക്കി ശരിക്കും മനുഷ്യന്മാരുടെ ചുണ്ടുമാരി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്, ശരിക്കും മനുഷ്യന്മാരെ കണ്ണ്. പക്ഷേ ഇതൊരു വയലൻ്റ് ആണ് സാധനം. ഈ ഒരു കണ്ണ് വെച്ചിട്ട് നമ്മളെ നല്ല നോക്കുന്നുണ്ട്. നമ്മളെ ക്യാമറ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ക്യാമറ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ചുണ്ടുകൊണ്ട് നമ്മളിങ്ങനെ കുത്തുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ. ഇതിൻ്റെ കണ്ണാണ് അടിപൊളി. കണ്ണ് നോക്കി നിങ്ങൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ ഒരു കണ്ണുമാരി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരുപാട് മീനുകളുണ്ട്. ഈ മീനൊക്കെ നോക്കി നിങ്ങൾ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഓഫീസിൻ്റെ ഒരു വ്യൂയോട് കൂടിയിട്ടുള്ള ഒരു അക്വേറിയം നല്ല ഗ്ലാസ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ല മീനുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്തിട്ട്. ഇതിൽ നമ്മൾ ഒരുപാട് മീനുകൾ കണ്ടു കേട്ടോ, ഒരുപാട് വെറൈറ്റി മീനുകൾ കണ്ടു. ഈ മീനൊക്കെ നല്ല വൈലൻ്റ് ആണ് കേട്ടോ. നമ്മളെ ക്യാമറ കാണുമ്പോൾ ക്യാമറൻ്റെ അടുത്ത് വന്നിട്ട് കുത്താൻ നോക്കുന്നുണ്ട്. എല്ലാ മീനും നല്ല വൈലൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളെല്ലാവർക്കും അറിയണ ഒരു മീനാവും അരവണ. നമ്മുടെ നാട്ടിൽ നല്ല റേറ്റാണ് ഇതിന്. ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഒരു 1000-1500 രൂപയാണ് പണ്ട് പ്രൈസ്. അന്ന് ചെറിയൊരു അരവണക്ക് 1000-1500 കൊടുത്തിട്ട് ഒരു അരവണൊക്കെ വാങ്ങിന്ന്. നല്ല ഭംഗിയായിട്ട് അതിനെ കാണാൻ. ശരിക്കും നല്ല പേടിപ്പിക്കുന്ന ഒരു മോന്തയാണ്, ഒരു പാമ്പിനൊക്കെ പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഈ ഒരു വലിയ അരവണക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. പണ്ടൊക്കെ ഈ ഒരു മീനുകളൊക്കെ വളർത്തിയെന്ന്. അരവണ നമ്മളെ വീട്ടിൽ വളർത്തുന്നത് ഐശ്വര്യമാണെന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് കണ്ടു. ഇതിൻ്റെ പേര് വരുന്നത് ലെപ്പേർഡ് ലങ് ഫിഷ് എന്നാണ്. അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഗാർഡനൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെയും കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു താറാവിൻ്റെ ഒരു കൂട് വരുന്നുണ്ട്. താറാവിനെ നല്ല കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് താറാവുകളെ കാണാം. അതുപോലെ തന്നെ ഒരു എമുവിൻ്റെ കൂട് കാണാം. ഇതിൽ 2 എമു ഉണ്ട്. അപ്പോൾ ഇതാണ് എമു വരുന്നത്. എമുവിനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഒരു കമ്പിൻ്റെ ബലത്തിലാണ് എമുവിനെ പുറത്ത് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എമു. നമുക്കിവിടെ ഈ ഒരു ഇഗ്വാനൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. ടേക്ക് എ പിക് ഇൻ യുവർ ക്യാമ്പ് വിത്ത് ഇഗ്വാന. പക്ഷേ ആ മെക്കാവോ ഒക്കെ നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയാവണം. ഇതിനെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നും ഒരു ഇത് തോന്നണില്ല, പേടിയാവണ്.
ഇത് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. മെക്കാവോ തത്ത പഴം തിന്നണ കണ്ടിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് മെക്കാവോ തത്ത പഴം തിന്നുന്നത്. ആ പഴം അതിൻ്റെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ചുരണ്ടി തിന്നിട്ട് അതിൻ്റെ നാവ് കൊണ്ട് അത് ഉള്ളിലോട്ട് തള്ളി കൊടുത്തിട്ടൊക്കെയാണ് അത് പഴം തിന്നുന്നത്. ഈ ഭാഗം ഫുള്ള് പാമ്പുകളാണ്. യെല്ലോ അനക്കൊണ്ട. ഈ യെല്ലോ അനക്കൊണ്ടൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാമെന്ന് അവർ പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെ കൂടെ എങ്ങനെ ഫോട്ടോ എടുക്കുക? പാമ്പൊക്കെ കൈ പിടിച്ച് ആകെ പേടിയാവും. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കണില്ല, നമ്മൾ ജസ്റ്റ് കാണുകയാണ്. ആ ബോക്സിൻ്റെ ഉള്ളിലുണ്ട് സംഭവം, ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. ഈ ഒരു എലികളൊക്കെ എനിക്ക് തോന്നുന്നത് പാമ്പിന് തിന്നാട്ട് കൊടുക്കാനുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു മിനിയേച്ചർ പങ്കാവൂർ കൗവിനെ കണ്ടു. ഒരു വെറൈറ്റി കവ് കേട്ടോ. ഇതിന് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ കാലുകളായിട്ടുള്ളൊരു കുള്ളൻ കവാണ്. നല്ല രസമല്ലേ കാണാൻ. ഇവിടെ ഒരുപാട് നായ്ക്കുട്ടികളുണ്ട് കേട്ടോ. മുടിയൊന്നും കെട്ടി തന്നിട്ടില്ലേ? മുടിയൊന്നും കെട്ടിയിട്ടില്ല. എന്താണ്? അല്ല കണ്ണൊന്നും കാണുന്നില്ലേ? ഹലോ, എന്താ സംഭവം? എന്താ ഒരു ഫീലിംഗ് ഉള്ള പോലെ? ഏയ് ഹലോ ഹലോ, എന്ത് പറ്റി? എന്തിനാ സങ്കടം പൊട്ടിക്കണേത്? പുറത്തേക്ക് വരാനാ? പുറത്തേക്ക് വരുന്നോ? വീരാനാ? കളിക്കാനാ? പുറത്തേക്ക് വരാനാ? ഹലോ, ഇതിന്റെ ടോയോ? ടോയ് പൂഡിൽ തന്നെ അതിന്റെ പേരും. ഹലോ ഹലോ, ഫ്രിസി. നമ്മളെ വീട്ടില് കൊടുന്ന ടോയിനെ ഒരു തിരുമ്പി അങ്ങനെയാണാവോ ചുരുണ്ടിട്ട്. ഒന്ന് മുഖം നോക്കണോ? അമേരിക്കൻ പുള്ളി. അമേരിക്കൻ പുള്ളി. ഇവിടെ അമേരിക്കൻ പുള്ളി ഉണ്ട്. ഇതിന്റെ പേര് ഡ്രാക്കോ എന്നാണ് പെറ്റ് നെയിം കൊടുക്കുന്നത്. ഡ്രാക്കോ എന്ന് വിളിക്കുമ്പോൾ അത് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഡ്രാക്കോ ഡ്രാക്കോ ഡ്രാക്കോ. അമേരിക്കൻ പുള്ളി കുറച്ച് ഡേഞ്ചർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു ടോയ് പൂഡിലുണ്ട്. ടോയ് പൂഡിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു ടോയ് പോലെ തന്നെ ഉണ്ട്. പേർഷ്യൻ ക്യാറ്റ്. പേർഷ്യൻ ക്യാറ്റ്. ഹായ് പേർഷ്യൻ ക്യാറ്റ്. ഉണ്ടക്കണ്ണും വെച്ച് നോക്കണ പേർഷ്യൻ ക്യാറ്റ്. ആള് നല്ല നമ്മളെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്. ഒരു ഗാർഡന് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിറാഫിൻ്റെ സ്റ്റാച്ചു അവിടെ സെറ്റ് ചെയ്തേക്കണതാണ്. ഇവിടെ വലിയൊരു ഓസ്ട്രിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകണത് സേഫ് അല്ല. അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ തലൻ്റെ ഹൈറ്റ് നോക്കി നിങ്ങൾ. അല്ലോ, എടുത്തേക്ക് വരുന്നത് എന്തോ തിന്നാൻ കിട്ടണ പോലെ നോക്കാൻ കേട്ടോ. നമ്മളെടുത്തേക്കാണ് വരുന്നത്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ മൈസൂർ വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. കുറേ ബേർഡ്സും നായും പൂച്ചയും എല്ലാം ഉണ്ട്. നല്ല രസമുള്ളൊരു നല്ല ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഗാർഡനൊക്കെ ആയിട്ട് ഒരുപാട് ബേർഡ്സുകളുണ്ട്. ഇവിടെയൊക്കെ ഓസ്ട്രിച്ചും ടർക്കി, പിന്നെന്താണ് ബ്രഹ്മ ചിക്കൻ. ചിക്കൻ ആക്കാനുള്ള സാധനമാണ് തോന്നുന്നത്, ബ്രഹ്മ ചിക്കൻ. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ ലവ് ബേർഡ്സ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ ബുഡ്ഗറിഗാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ലവ് ബേർഡ്സ്. പക്ഷേ ഇതിന് എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ ടൈം സൗണ്ട് ഉണ്ടാക്കിയിട്ട് രാത്രിയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് കൊടുത്തതാണ്. പക്ഷേ നല്ല രസമാണ് ലവ് ബേർഡ്സ്. അങ്ങനെ നല്ല രസമാണ് ഇതിനെ കണ്ടിരിക്കാനും ഇതിൻ്റെ സൗണ്ടൊക്കെ. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആയി തോന്നും. ആരുടെ അവിടെ വെച്ചുണ്ടാക്കണേ? നായ്ക്കൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും കൂട്ടിലായതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാം. ചാടിയൊന്നും വെച്ചുണ്ടാക്കുന്നത്. ഇവിടെ ഹസ്കിയും ഡോബർമാനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. എല്ലാവരും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കാണാൻ ശരിക്കും റിംഗ് മാസ്റ്റർത്തെ ടോബിനെ പോലെ ഉണ്ട് കേട്ടോ. തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച.
കൂട്ടിലായതുകൊണ്ട് പ്രശ്നമില്ല, പുറത്തിരുന്നെങ്കിൽ പേടിച്ചു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. നമ്മളെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സീസോ സ്ലൈഡൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരുപാട് റോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ നടന്ന് നല്ല ക്ഷീണിച്ചപ്പോൾ ഒരു തണുത്ത മിനിറ്റ് മെയ്ഡിൻ്റെ ഒരു പൾപ്പി ഓറഞ്ച് വാങ്ങിയിട്ട് ഊഞ്ഞാലിരുന്നിട്ട് കുറച്ച് പൾപ്പി ഓറഞ്ചൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് റിലാക്സ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പ്ലാനറ്റ് എർത്ത് അക്വേറിയം ആൻഡ് പെറ്റ്സ് പാർക്ക് എന്നാണ്. ഇത് ഇൻഫോസിസിൻ്റെ അടുത്താണ് വരുന്നത്. നല്ലൊരു സ്പോട്ടാണ്, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ. ആ പക്ഷികൾ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ധൈര്യമുള്ളവർക്ക് ഇവിടെ പാമ്പിൻ്റെയും പിന്നെ പാരറ്റ് അതുപോലെ തന്നെ ഇഗ്വാനൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ധൈര്യമുള്ളവർക്ക് പാമ്പിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാം. കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാം ഇവിടുന്ന്. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തായാലും വരാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.